ഹലോ എവരിവൺ, മാച്ചിബ്ലിവിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുസ്ലിംസിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫുഡാണ് തരിക്കഞ്ഞി എന്ന് പറയുന്നത്. നൊയമ്പ് വിടുന്ന സമയത്ത് കഴിക്കുന്ന ഒരു ഭക്ഷണമാണ്. ദഹിക്കാൻ വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പം എന്നാൽ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോവാം. അപ്പം അതിനായിട്ട് ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് 5 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ അളന്നൊഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റവയുടെ കണക്ക് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അളന്നൊഴിക്കുന്നത്. അപ്പോൾ 5 ഗ്ലാസ് പാലെടുത്തപ്പോൾ 5 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് കട്ടിക്കല്ല നമ്മളിത് ഉണ്ടാക്കാം. പിന്നെ അതിനകത്തേക്ക് ഒരു 3 ഏലക്ക പൊടിച്ചിട്ടിട്ടുണ്ട്, ആവശ്യത്തിനുള്ള പഞ്ചസാര. ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്, എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. അപ്പം അതിനുശേഷം അതവിടെ അടുപ്പത്ത് വെച്ച് അതൊന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാം. ഇതിനകത്ത് ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തപ്പോഴത്തേക്കും നമ്മളുടെ റവ പാലും മിക്സ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തീ ഞാൻ കുറച്ചിട്ടേക്കാണ്. അപ്പോൾ വെന്ത് നന്നായി കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ബാക്കിയുള്ള സാധനങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനത് സ്റ്റവിൽ നിന്നും തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ വറുത്തിടേണ്ട കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള കഷ്ണണ്ടിയും മുന്തിരിയും ആദ്യം തന്നെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ കഷ്ണണ്ടിയും മുന്തിരിയും വറുത്തെടുത്ത ശേഷം അത് മാറ്റി അതിനകത്തേക്ക് തന്നെ നെയ്യിലേക്ക് തന്നെ കുറച്ച് ഉള്ളി, അത് എത്ര ഉള്ളി ചേർക്കണം അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 15 ഉള്ളികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ റവ പാലിലേക്ക് കുറച്ച് നെയ്യ് ഞാനൊരല്പം ചേർക്കുന്നുണ്ട് ചൂടോട് കൂടി. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിന് ശേഷം നമ്മളുടെ ഉള്ളിയും കഷ്ണണ്ടിയും മുന്തിരിയൊക്കെ ഒന്നുകൂടി മിക്സ് ചെയ്ത് ചൂടാക്കിയ ശേഷം ചൂടോട് കൂടി തന്നെ നമ്മുടെ മിക്സിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കും. ഇത്രയേ ഉള്ളൂ തരിക്കഞ്ഞി എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റ് ആയിട്ട് ലൈറ്റാണ് കേട്ടോ. പണ്ട് മുതൽ എല്ലാവരും കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എനിക്കത് പെട്ടെന്ന് എന്തോ ഇന്ന് അങ്ങനെ ഉണ്ടാക്കണം എന്ന് തോന്നി, അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ എനിക്കത് വീഡിയോ ആയിട്ട് കാണിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇന്നത്തെ റെസിപ്പി ഈ തരിക്കഞ്ഞിയുടെ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നാളെ വീണ്ടും